പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. എന്നെ മനസ്സിലായി തോന്നുന്നു. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇപ്പൊ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും തുറക്കാൻ പറ്റുന്നില്ല. എല്ലാരും എന്നെ കളിയാക്കണം. നെഗറ്റീവുകളിലൊക്കെ എല്ലാരും കളിയാക്കണം. ഫേസ്ബുക്കും ഇൻസ്റ്റയും ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. അയ്യോ കഴിഞ്ഞില്ല ഇനി കൊറേണ്ട്. ചിരി നമ്മൾ മണ്ണ് തപ്പും. ഞാനിപ്പോ ചെറിയ സബ്സ്ക്രിപ്ഷൻ ചെയ്തപ്പോഴാണ് എല്ലാരും എന്നോട് കുറ്റം പറയുന്നത്. ഒരു പെണ്ണിനെ അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറയരുത്. അവള് മോശക്കാരിയൊന്നുമല്ല. എടാ, ജീവിക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടിയെന്ന് വെച്ച് നമ്മൾ അവിശ്വസിക്കരുത്. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റിയതും ആദ്യം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. സൂസൈഡ് ചെയ്യാൻ വരാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. പിന്നെ ഈ കരച്ചിൽ വന്ന ആൾക്കാർ എന്നെ ശ്രദ്ധപ്പെട്ടു. എന്റെ സബ്സ്ക്രിപ്ഷനിൽ എല്ലാരും കയറുള്ളൂ. ഞാൻ ചെറിയ സബ്സ്ക്രിപ്ഷൻ ചെയ്തപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുള്ളത്. നീ ഇത് അനുഭവിക്കണോടാ. ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതി ശവത്തി കുത്തിയത്. കുത്തും. ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ട്. തണ്ണിമൊത്തനും ചക്കപ്പഴം പോലത്തെ സാധനം കിട്ടിയ ആൾക്കാർ വരുമ്പോ കുഴപ്പമില്ല. ഞാൻ ചെറിയൊരു അടക്കാക്കുരി പോലത്തെ ഗ്യാപ്പ് കാണിക്കണേ ഈ പ്രശ്നം വരുന്നത്. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെ ആണ്. ഞാനിത് പ്രതീക്ഷ തന്നെ വന്നത്. ഈ അധ്യായം ഇവിടെ അവസാനിക്കട്ടെ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഹാപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടാടൊപ്പം നിൽക്കുക. കഴിഞ്ഞതൊക്കെ മറക്കാം. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. അവൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. അത്രയ്ക്ക് ഭയങ്കരമാണ്. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.